ദീർഘാഴ്ചയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. പ്രിയപ്പെട്ടവരെ, എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? എന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. പരിചയം കാണില്ല. കാരണം ഇതല്ലായിരുന്നു എന്റെ രൂപം. ഇങ്ങനെയല്ലായിരുന്നു ഞാൻ. എന്നെ നിങ്ങൾ ഇല്ലാതാക്കി. നിങ്ങളാണ് അതിന് കാരണം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെന്റെ വഴികളെ അടിച്ച് എന്റെ ഓരങ്ങൾ ചേർത്ത് റിസോർട്ടുകൾ പണിയതു, കുന്നുകൾ മലകൾ ഇടിച്ചു നികത്തിയതും നീ തന്നെയല്ലേ മനുഷ്യ. എന്നിട്ട് എനിക്ക് ധിക്കാരം. താനൊരു കാര്യം മനസ്സിലാക്കണം. ഇത് പണ്ടത്തെ കാലമൊന്നും അല്ലടോ. ലോകം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. വികസനം ഒരു നാടിന്റെ അനിവാര്യ ഘടകമാണ്. പിന്നെ ഈ കാണുമൊന്നുമൊക്കെ ഇടിക്കാതെ മനുഷ്യന് ജീവിക്കാൻ സ്ഥലം വേണ്ടേ? വരൂ, ഈ നശിച്ച ലോകത്ത് നിന്നും കുറച്ചു പുറകോട്ട് നമുക്ക് പോയി നോക്കാം. കുഞ്ഞിക്കിളിയെ, നീ എങ്ങോട്ടാ ഇത്ര ധൃതിയിൽ? ഒന്ന് നിന്നെ. നമുക്കിത്തിരി നേരം എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞും ഇരിക്കാം. എന്തു പറയാനാ, പുഞ്ചിരി മലയിലെ മുത്തശ്ശിമാവ് കുറേ മനുഷ്യർ ചേർന്ന് മുറിച്ചു കൊണ്ടുപോയി. എന്റെ കൂടും മുട്ടകളെല്ലാം നഷ്ടമായി. നീ കരയാതെ കുഞ്ഞിക്കിളിയെ, ദാ ഈ ഞാവൽ മടത്തിൽ തന്നെ കൂട് വെച്ചോ. അതാവുമ്പോ നമുക്ക് എപ്പോഴും മിണ്ടിയും പറഞ്ഞും ഇരിക്കാം. നല്ല കഥയായി നിന്റെ സൗന്ദര്യം. മീനൂട്ടിയുടെ പാദസരത്തിന്റെ കിലുക്കമല്ലേ ആ കേൾക്കുന്നത്? അതെ, അവൾ തന്നെ. ഓരം ചേർന്ന് കാണുന്ന ആ വലിയ കെട്ടിടം കണ്ടോ? അതാണ് അവരുടെ പള്ളിക്കൂടം. നീ ഇത്ര മണ്ടിയായി പോയല്ലോ. നിന്നെ ദ്രോഹിക്കുന്നവരെ പോലും സ്നേഹിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ മനുഷ്യരെല്ലാവരും ഒരുപോലെയാണോ? എന്നെ സ്നേഹിക്കുന്നവരും എന്റെ വേദനകൾ മനസ്സിലാക്കുന്നവരും അവർക്കിടയിലുണ്ട്. അയ്യോ, ഒരു വലിയ ശബ്ദം. ഇതൊരു വലിയ ദുരന്തം വരാൻ പോകുന്നു. എനിക്ക് പേടിയാകുന്നു. ഞാനും അവരോടൊപ്പം പോട്ടെ. ഇനി ഇവിടെ നിന്നാൽ ജീവൻ തന്നെ അപകടത്തിലാകും. എന്റെ ശരീരം വിറക്കുന്നു. എനിക്ക് തല ചുറ്റുന്നത് പോലെ. നീ പറയുന്നത് ശരിയാ. വേഗം രക്ഷപ്പെട്ടോ. അയ്യോ അമ്മേ, രക്ഷിക്കണേ. അയ്യോ, എന്റെ മോൾ എവിടെ? അച്ഛാ, അമ്മേ. എന്താ ഇവിടെ നിലവിളിക്കെ? എനിക്കിതെന്താ പറ്റിയത്? ഞാനിതെവിടെ? പ്രിയപ്പെട്ട, എവിടെ പോയി നിന്റെ സൗന്ദര്യം? പ്രകൃതിയുടെ പ്രതികാരമായിരുന്നു ഇത്. എന്റെ വഴികൾ തടഞ്ഞത് മനുഷ്യർ തന്നെയായിരുന്നു. എന്റെ കരച്ചിൽ അവർക്ക് കേൾക്കാനാവണ്ടേ? നോക്കിയേ, എന്റെ മീനൂട്ടിയുടെ കൊലുസുകൾ. ദൈവമേ, ഞാനിതൊക്കെ എങ്ങനെ സഹിക്കും? നിരപരാധികളായ എത്രയോ പിഞ്ചോമനുകളാണ് മണ്ണിലമർന്നത്. അരുതേ മനുഷ്യരെ, എന്നെ നിങ്ങൾ